Hello guys, so welcome to Handcrafty. I don't know when I'm going to post this. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നാളെ ആക്ച്വലി എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ മിഥുൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് ഈവനിങ് ആണ് എൻ്റെ സെലിബ്രേഷൻ ഉള്ളത്, ഒരു സർപ്രൈസ് പാർട്ടിയൊക്കെ പോലെ. ആൻഡ് ചേച്ചി അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചു തന്നു, ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണ് ഹാമ്പർ സെറ്റ് ചെയ്യണത്. ആൻഡ് ദിസ് ഈസ് അവർ ഹാമ്പറിൻ്റെ ഈ ഒരു ബൗൾ വന്നിട്ട് ഇതാണ്. ഇത് ചേച്ചിയുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാണ്. ആൻഡ് ഇതിൽ കുറേ ഗിഫ്റ്റൊക്കെ ഇപ്പോൾ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. ഇതാണ് നമ്മുടെ ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള ബാസ്ക്കറ്റ്. ആൻഡ് ഇതൊക്കെയാണ് ഗിഫ്റ്റൊക്കെ. കുറേ ഷർട്ട്സൊക്കെയാണ് ഉള്ളത്, പിന്നെ സ്പ്രേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് വേണം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്, ചോക്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം വെച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് വന്നിട്ടൊരു ഷർട്ട്. പിന്നെ കഴിച്ചോണ്ടിരിക്കുന്ന ഡീനെ വീഡിയോ കാണാം. ലുക്ക് ഹൂ ഈസ് ഹിയർ. ഡി എപ്പോഴിങ്ങനത്തെ ഒരു ബിക്ക് ആക്ച്വലി കുറച്ച് സ്വീറ്റ്സ് മേടിച്ചായിരുന്നു, അപ്പോൾ അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കാൻ ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുവാണ്. ആക്ച്വലി ഇത് കുറച്ച് ടൈം എടുത്തൊരു മേ ബി ഒരു 30 minutes ഒക്കെ എടുത്തൊരു പ്രോസസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം കുഞ്ഞായിട്ട് വീഡിയോ കാണിക്കാമെന്ന് കരുതി. ഞാൻ എല്ലാ ഷർട്ടും വന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് വെക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലൊരു പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ആദ്യം ഞാൻ മടക്കിയത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെയും അതിനൊന്നും കൂടെ ഇതാക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്തു. കുറച്ചുകൂടെ ഒന്ന് തിന്നായിട്ട് റോൾ ചെയ്തു. കുറേ ഷർട്ട്സ് ഉണ്ട്, ഓൾമോസ്റ്റ് ലൈക്ക് 6 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വെക്കണമെങ്കിൽ നന്നായിട്ട് റോൾ ചെയ്താലേ, മീൻസ് നല്ല ക്ലീനായിട്ട് റോൾ ചെയ്താലേ ഇരിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എന്തെങ്കിലും റിബൺ വെച്ചൊക്കെ കെട്ടണമായിരുന്നു, എങ്കിലാണ് ആ ഒരു ഭംഗി വരത്തുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ റിബൺ നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് മേടിക്കും, ഇങ്ങനത്തെ ആർട്ടിഫാക്ട്സ് ഒക്കെ കാണുമ്പോഴത്തേക്കൊക്കെ മേടിച്ച് വയ്ക്കും, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം. പക്ഷേ ആവശ്യത്തിന് നോക്കുമ്പോൾ കൈ കാണത്തില്ല. ഭയങ്കര ഒരു പ്രോബ്ലമാണ് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യാറുള്ളത്. ആൻഡ് ഞാൻ 3rd ഷർട്ട് വെച്ചതിന് ശേഷമാണ് ഈ ഒയാസിസ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ആലോചിച്ചത്. ബിക്കോസ് അപ്പം നമുക്ക് സ്പേസിംഗ് ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഒയാസിസ് മേടിച്ചത്, ഞാൻ ഫ്ലവർ മേടിച്ച ഷോപ്പിൽ തന്നെയായിരുന്നു. അതിൻ്റെ സ്റ്റാൻഡ് ആൻഡ് ഒയാസിസ് കിട്ടി. അപ്പം ഇത് പോയി ബക്കറ്റിൽ കുറേ നേരം വെള്ളത്തിൽ വെച്ചിരുന്നു, എങ്കിൽ ഒയാസിസിൽ ആ വെള്ളം അത്രയും പിടിച്ച് നിൽക്കത്തുള്ളൂ. ആൻഡ് അതിനുശേഷം ബാക്കിയുള്ള ഷർട്ടുകൾ അതിന് ചുറ്റിനും വെക്കാമെന്ന് കരുതി. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് സ്പേസിങ് കിട്ടുകയും ചെയ്യും. ആൻഡ് 4th ഷർട്ടും വെച്ചു. 5th ഒരു ടീഷർട്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു വീഡിയോ എടുത്തത്. പക്ഷേ അത് ലൈക്ക് കുറേ നോയ്സൊക്കെ ഉള്ളതുകൊണ്ട് കേൾക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനൊരു ഓഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ആക്ച്വലി എല്ലാവർക്കും വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു ഹാമ്പറുണ്ട്, നമ്മളുടെ കയ്യിൽ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ഈസിയാണ്, ലൈക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കത്തില്ല, അതാണ് മെയിൻ പോയിൻറ്റ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ എക്കണോമിക്കലായിരിക്കും. നമ്മളിപ്പോൾ പുറത്ത് കൊടുത്ത് ചെയ്യുന്നതിനെ കാട്ടിയിട്ടും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരിക്കും. ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് മെയിനായിട്ട് വേണമെന്നും ഇല്ല, ബാസ്ക്കറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് കാണാൻ ഭംഗിയായിരിക്കണം. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ ഇനി ഫ്ലവേഴ്സ് ആയിരിക്കും. റോസ് ആണ് മേടിച്ചേക്കുന്നത്, റെഡ് റോസസ് ആൻഡ് ബേബി ബർത്ത് ഫ്ലവേഴ്സ്, ലൈക്ക് ജിപ്സിന്നോ അങ്ങനെ എന്തോണ് പറയുന്നത് കേട്ടോ ലോക്കലി. ഇതിൻ്റെ നെയിം വന്നിട്ട് ബേബി ബർത്ത് എന്നാണ് പറയുന്നത്, ഞാനും പറയാറുള്ളത്. സോ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് കട്ട് ചെയ്ത് തരുമോ ഫ്ലവേഴ്സ് ഇത്രയും ഹൈറ്റിൽ? ഇങ്ങനെ കട്ട് ചെയ്താൽ മതി, അതറിയാൻ വേണ്ടി ഒന്നുമില്ല. ഇത് ബിക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ നോക്കും. ദോശ ചുടാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് ദോശ ചുടാൻ അറിയത്തില്ല. ചപ്പാത്തി ചുടാൻ അറിയോ? ഇല്ല. പക്ഷേ സ്റ്റിൽ അവസാനം പറയുമ്പോഴത്തേക്കും ചെയ്തു തരും ആള്.
ആൻഡ് ഇവിടെ ഇപ്പോൾ ഒരു ഹാക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് തിരിച്ച് വെച്ചിട്ട് കറക്കിയാൽ കുറച്ചുകൂടെ ഒന്ന് വിടർന്ന് വരും. ഇതിലായാലും പല ഫ്ലവേഴ്സും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തപ്പം വർക്കൗട്ട് ആയായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും, പക്ഷേ എനിക്ക് റിയലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ നല്ല മൊട്ട് പോലെ ഇരുന്നത് കുറച്ചുകൂടെ ഒന്ന് വിടർന്ന് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വലിയ ടാലൻ്റ് ഒന്നും വേണമെന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല, ജസ്റ്റ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. നമുക്ക് തന്നെ കാണുമ്പോഴത്തേക്കും ഒരു ഭംഗി തോന്നുമല്ലോ, ആ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അത്രേ ചെയ്തിട്ടുള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ 4:30 സംതിങ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പം അതിനുള്ളിൽ തന്നെ നമ്മൾ ഈവൻ പ്രോഡക്റ്റ്സ് എല്ലാം മേടിച്ചു. ഈ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് പോയി മേടിച്ചത്. എല്ലാം മേടിച്ച് ടൈമിന് കൊണ്ടുവന്നു. നമ്മൾ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആൻഡ് ലാസ്റ്റ് ഫ്ലവറും കൂടെ വെച്ച് സെറ്റായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഇനി ഉള്ളത് ബേബി ഫ്ലവേഴ്സും കൂടെ സെറ്റ് ചെയ്യാനായിരുന്നു. അതും കുറച്ച് ടൈം എടുത്തുള്ളൂ. അതിനിടയിൽ ചേച്ചി എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വീഡിയോ കോൾ ചെയ്യാൻ ഞാനാണ് പറഞ്ഞത്, ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ഇറ്റ് ടു ഹർ ലൈക്ക് ഹൗ ഇറ്റ് ലുക്ക്ഡ്. സോ നൈസ് അല്ല. ഇനി ഇതിൽ ബേബി ബർത്ത് ഫ്ലവേഴ്സും കൂടെ ഇടയ്ക്കും കൂടെ വയ്ക്കുമ്പോഴത്തേക്കും ഇതിന് കംപ്ലീറ്റ് ഹായ്. എത്ര പെട്ടെന്ന് നമ്മളൊരു ഇത് സെറ്റ് ചെയ്തതാണ്. സത്യത്തിൽ ഇതിങ്ങനെ കംപ്ലീറ്റായി വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. ബിക്കോസ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു ബേബി ബർത്തും കൂടെ വെക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗി ഇങ്ങനെ കൂടി വരുന്ന കണക്കായിരുന്നു. ഐ വാസ് ഫീലിംഗ് സോ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. ഈവൻ ദോ ഐ നോ ലൈക്ക് ഇതിന് അത്ര ടാലൻ്റ് ഒന്നും വേണ്ടാത്ത കാര്യമാണ്. സ്റ്റിൽ ഐ വാസ് ഫീലിംഗ് സോ പ്രൗഡ് ആൻഡ് ഐ വാസ് ഫീലിംഗ് സോ ഹാപ്പി. ഇത്രയും നന്നായിട്ട് സാധനം കിട്ടിയതിൽ ചേട്ടന് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. ചേച്ചിക്കായാലും ഇഷ്ടപ്പെടും. ആൻഡ് ഈ ഫ്ലവേഴ്സും കൂടെ നമുക്ക് ഇടയ്ക്കൊരു ജസ്റ്റ് ഒന്ന് കവറപ്പ് ആവുന്ന രീതിയിൽ ചിലയിടത്ത് സ്പേസസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഫില്ല് ചെയ്താണ് ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നത്. ആൻഡ് വലിയ വൃത്തിയായിട്ട് തോന്നാത്ത രീതിയിൽ ഫില്ല് ചെയ്ത്, എന്നാൽ നമ്മളുടെ മെയിൻ റോസസ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയും വേണം. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും കൂടെ വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോക്ലേറ്റ്സും വെച്ചായിരുന്നു. പിന്നെ കുറച്ച് റോസസിൻ്റെ സ്റ്റെം എടുത്തിട്ട് ലീഫും കൂടെ കാണുന്ന രീതിയിലും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് റെഡിൻ്റെ കൂടെ ഗ്രീൻ ഇടയ്ക്കൊന്ന് കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു നാച്ചുറൽ ഫീലിംഗ് ഒരു ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് സ്റ്റെംസും കൂടെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ ആസ്ക്ഡ് ഹർ ടു കോൾ ഇൻ വാട്സാപ്പ് ആൻഡ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ് റിഗാർഡിങ് ദ ഹാമ്പർ. അങ്ങനെ ചേച്ചി ഗിഫ്റ്റൊക്കെ ചേട്ടന് കൊടുത്തു. ചേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഹാമ്പർ വന്നിട്ട് ഇഷ്ടമായി. ആൻഡ് അതുപോലെ തന്നെ ഇനി ഹാൻഡ് ക്രാഫ്റ്റിൽ ഇതുപോലത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് മുന്നേ എടുത്ത വീഡിയോ ആണെങ്കിലും ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു പീപ്പിൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ആയാലും അത് ഷെയർ ചെയ്തേക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് Handcrafty. If you like my channel, please like and share and comment, and please do subscribe as well. So that's it.